بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, സത്യാന്വേഷികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയും ഈ സത്യദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. നമ്മളിവിടെ ഈ ഒരു പുണ്യത്തിൻ്റെ വേദിയിൽ അനുഗ്രഹീതമായ ഈ ഒരു സമയം സംസാരിക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അൽ അസ്മാഉൽ ഹുസ്ന, അത്യുത്തമമായ നാമങ്ങളാണ്. ആ നാമങ്ങളുടെ അർത്ഥങ്ങൾ, അർത്ഥതലങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ, താൽപ്പര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം അള്ളാഹുവിൻ്റെ മഹനീയ നാമമായ അർ റഫീഖ് എന്നുള്ള നാമമാണ്. അർ റഫീഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് റഫീഖ് എന്ന നാമം സ്ഥിരപ്പെട്ടു വന്നത് സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിലാണ്. ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ റഫീഖുൻ, നിശ്ചയം അല്ലാഹു റഫീഖാകുന്നു. ഒരിക്കൽ ഒരു സംഘം യഹൂദന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അനുവാദം ചോദിച്ചു വന്നു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അനുവാദം കൊടുത്തു, കയറി വരാൻ പെർമിഷൻ കൊടുത്തു. അങ്ങനെ ജൂതന്മാർ തിരുസവിധത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ അവർ പറഞ്ഞു, അസ്സലാമു അലൈക്ക്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് യഹൂദന്മാർ തിരുസവിധത്തിലേക്ക് കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കത്ത് ആയിഷ റളിയല്ലാഹു തആല അവിടെ ഉണ്ടായിരുന്നു. ആയിഷമ്മ അത് കേട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം
നിങ്ങൾ മരണം ഭവിക്കട്ടെ, നാശം ഇറങ്ങട്ടെ എന്നാണ്. അസ്സലാമു അലൈക്കും എന്നാകുമ്പോഴാണ് നിങ്ങളിൽ സമാധാനം ഭവിക്കട്ടെ, ശാന്തി പെയ്തിറങ്ങട്ടെ എന്നർത്ഥം. അസ്സലാമു എന്ന് പറയുന്നതിന് പകരം അസ്സാമു എന്നാണ് ജൂതർ പ്രയോഗിച്ചത്. അത് ജൂതരുടെ സ്വഭാവം. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാശവും നഷ്ടവും കൊതിക്കുന്നവരും ആഗ്രഹിക്കുന്നവരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളെ പലതവണ പല നിലക്ക് വധിക്കാൻ ശ്രമിച്ചവരാണ് ജൂതന്മാർ. അപ്പോൾ ആ യഹൂദരാണ് കടന്നു വന്നിട്ട് അസ്സാമു അലൈക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ പറയുന്നത്. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹ കേട്ടപ്പോൾ അവർക്കൊട്ടും സഹിച്ചില്ല. അവർ പറഞ്ഞു, ബൽ അലൈക്കും അസ്സാമു വല്ലാന, നിങ്ങളുടെ മേൽ നാശവും ശാപവും ഭവിക്കട്ടെ എന്ന് അവർ പ്രതികരിച്ചു. സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് ചെന്നതല്ല, അവരോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടതല്ല. അവർ തിരുസവിധത്തിലേക്ക് അനുവാദം ചോദിച്ചു വന്നതാണ്. എന്നിട്ട് അവരുടെ പക്കലുള്ള മാന്യതയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാശം ഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു, വഅലൈക്കും അസ്സാമു വല്ലാന, നിങ്ങൾക്കും നാശമുണ്ടാകട്ടെ, ശാപമുണ്ടാകട്ടെ. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ആയിഷ, ആയിഷ, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ്, ഇന്നല്ലാഹ റഫീഖുൻ, അല്ലാഹു സുബ്ഹാനഹു വതആല റഫീഖാണ്. യുഹിബ്ബുർ റിഫ്ഖ്, അല്ലാഹു സുബ്ഹാനഹു വതആല റിഫ്ഖ് ഇഷ്ടപ്പെടുന്നു. ഫിൽ അംരി കുല്ലിഹി, കാര്യങ്ങളിലെല്ലാം, എല്ലാ വിഷയങ്ങളിലും അല്ലാഹു റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു. റിഫ്ഖ് എന്ന് പറഞ്ഞാൽ മൃദുലത, സൗമ്യത, സാവകാശം, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. റഫീഖ് എന്ന് പറഞ്ഞാൽ സൗമ്യൻ, സാവകാശമുള്ളവൻ, മൃദുലൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല സൗമ്യനാണ്. അള്ളാഹു അവൻ്റെ മഹത്വത്തിനനുസരിച്ച്, അവൻ്റെ പൂർണ്ണതക്കനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല റഫീഖാണ്. അള്ളാഹു ഒരിക്കലും തീവ്രതയോ കാഠിന്യമോ ഉദ്ദേശിക്കാത്തവനാണ്. എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സൗമ്യതയും മൃദുലതയും ഇഷ്ടപ്പെടുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ ആയിഷമ്മ പറഞ്ഞു, അവലം തസ്മഅ മാ ഖാലു, പ്രവാചകരെ, ജൂതർ കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽതു വഅലൈക്കും, ആയിഷ അവർ പറഞ്ഞു, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? വഅലൈക്കും, എന്താ വഅലൈക്കും? നിങ്ങളുടെ മേലും ഉണ്ടാകട്ടെ. എന്താണ് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞത്? അത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഖലാസ്. അവര് സലാം പറഞ്ഞാൽ അതവിടെ ഉണ്ടാവും. അതല്ല അവര് സാമാണ് പറഞ്ഞത് എങ്കിൽ വഅലൈക്കും. അപ്പൊ ഞാൻ പ്രതികരിച്ചത് നീ കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരിൽ അവർ പ്രാർത്ഥിച്ച, അള്ളാഹു അല്ലേ പ്രാർത്ഥന സ്വീകരിക്കുന്നവർ? അള്ളാഹു അത് സ്വീകരിക്കൂല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെതിരിൽ ദുആ ചെയ്താൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുകയും അത് അവർക്കെതിരിൽ ഭവിക്കുകയും ചെയ്യും. അപ്പം അതാണ് ആയിഷമ്മയെ ആശ്വസിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറഞ്ഞു, യാ ആയിഷ, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ്, ആയിഷ, അള്ളാഹു റഫീഖാണ്. യുഹിബ്ബുർ റിഫ്ഖ്, അള്ളാഹു സൗമ്യതയും മൃദുലതയും ഇഷ്ടപ്പെടുന്നവനുമാണ്. വയുഅതി അലൽ റിഫ്ഖി മാ ലാ യുഅതി അലൽ ഉൻഫ്, മൃദുല പെരുമാറ്റത്തിന് അള്ളാഹു രൂക്ഷ പെരുമാറ്റത്തിന് നൽകാത്ത പ്രതിഫലവും അനുഗ്രഹവും അള്ളാഹു നൽകും. മൃദുലമായിട്ടുള്ള വർത്തനങ്ങൾക്ക് അള്ളാഹു വലിയ ഖൈറുകൾ നൽകും. എന്നാൽ രൂക്ഷ പെരുമാറ്റങ്ങൾക്ക് അള്ളാഹു അത് നൽകൂല. അതേപോലെ മൃദുല പെരുമാറ്റത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. വമാ ലാ യുഅതി അലാ മാ സിവാഹു, മൃദുല പെരുമാറ്റമല്ലാത്ത ഇതര സൽസ്വഭാവങ്ങളുണ്ട്. ഇതര സൽസ്വഭാവങ്ങൾക്കൊക്കെ അള്ളാഹു നൽകുന്നതിനേക്കാൾ പ്രതിഫലവും അനുഗ്രഹവും മൃദുലമായ പെരുമാറ്റത്തിന് അള്ളാഹു നൽകും എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.
അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ അള്ളാഹുവിന് അർ റഫീഖ് എന്ന പേരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരീകരിച്ചു. അർ റഫീഖ് എന്ന അള്ളാഹുവിൻ്റെ പേരിൻ്റെ തേട്ടം അള്ളാഹു റിഫ്ഖ് ഇഷ്ടപ്പെടുന്നവനാണ്. മൃദുലത, സൗമ്യത, ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എല്ലാ കാര്യങ്ങളിലും അള്ളാഹു മൃദുലതയും സാവകാശവും സൗമ്യതയും ഇഷ്ടപ്പെടുന്നവനാണ്. ഇതര സൽസ്വഭാവങ്ങൾ, റിഫ്ഖല്ലാത്ത ഇതര സൽസ്വഭാവങ്ങളുണ്ട്, ധാരാളം സൽസ്വഭാവങ്ങളുണ്ട്. ഇഹ്സാന്, നന്മ ചെയ്യൽ, ബിർറ്, പുണ്യം ചെയ്യൽ, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രാമുഖ്യം കൽപ്പിക്കൽ, അതേപോലെ തന്നെ ധീരത, അതേപോലെ തന്നെ വിട്ടുവീഴ്ച, മാപ്പ് തുടങ്ങിയ നല്ല സ്വഭാവങ്ങൾ കുറേയുണ്ട്. ആ സ്വഭാവങ്ങൾക്കൊന്നും നൽകാത്തത്ര മഹത്വവും പ്രതിഫലവും അനുഗ്രഹവും അള്ളാഹു റിഫ്ഖിന്, സൗമ്യ സ്വഭാവത്തിന് നൽകും എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. അള്ളാഹു റഫീഖാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീവ്രതയില്ലാത്ത എളുപ്പത്തിൻ്റെ ദീനിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. ഈ ദീനിൻ്റെ പ്രത്യേകത എന്താ? ഈ ദീൻ എളുപ്പമുള്ള ദീന. ഇന്ന ഹാദ ദീന യുസ്റുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ദീൻ യുസ്റാണ്, എളുപ്പമാണ്. ലൻ യുശാദ്ദ ഹാദ ദീന അഹദുൻ ഇല്ലാ ഗലബഹു. ദീനിനെ ആരെങ്കിലും തീവ്രമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ആ തീവ്രത അവനെ തോൽപ്പിക്കും, പരാജയപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ റഫീഖാണ്. അവൻ എളുപ്പവും മൃദുലതയും സാവകാശവും ഒക്കെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പാക്കി, ആളുകൾക്ക് പ്രവർത്തിക്കാൻ എളുപ്പാക്കി. ഞെരുക്കം ദീനിൽ പറഞ്ഞില്ല. ഞെരുക്കം ഒരാൾക്ക് അനുഭവിക്കുകയാണ് എങ്കിൽ ദീനിന് ഞെരുക്കണ്ടായതുകൊണ്ടല്ല, പിന്നെ ആളുകൾക്കനുസരിച്ച് ചിലപ്പോൾ ഞെരുക്കം വന്നെന്ന് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആ ഞെരുക്കത്തിനപ്പുറം എളുപ്പം കൊണ്ടുവന്ന്. ഇപ്പോൾ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത വിധം അയാൾ രോഗിയാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം നിന്ന് നിസ്കരിക്കൽ ഞെരുക്കാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത് അയാൾക്ക് ഇരുന്ന് നമസ്കരിക്കാൻ അനുവാദം കൊടുത്തു. അപ്പോൾ നോക്കൂ, നിങ്ങൾ ദീൻ എളുപ്പമാണ്. ഒരാൾ ഇരുന്ന് നിസ്കരിക്കാനും കഴിയാത്തവനാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കിടന്ന് നമസ്കരിക്കുവാൻ അനുവാദമേകി. ദീൻ എളുപ്പമാണ്. ഒരാൾക്ക് കിടന്ന് നിസ്കരിക്കാനും പ്രയാസമാണ്. അയാൾക്ക് കണ്ണിമ വെട്ടിക്കാനേ സാധിക്കുകയുള്ളൂ എങ്കിൽ ഇഷാറത്തിലൂടെ നമസ്കരിക്കുവാൻ, ആംഗ്യത്തിലൂടെ നമസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അനുവാദം നൽകി. ദീൻ എളുപ്പമാണ്. വുളു ചെയ്ത് ശുദ്ധി വരുത്താനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. വുളു നിസ്കാരത്തിന് മുമ്പ് ശുദ്ധി വരുത്തണം, കുളിച്ച് ശുദ്ധി വരുത്തണം. പക്ഷെ ഒരാൾക്ക് കുളിക്കാൻ വെള്ളമല്ല, വുളു ചെയ്യാൻ വെള്ളമല്ല, അല്ലെങ്കിൽ വെള്ളമുണ്ട്, വെള്ളം ഉപയോഗിക്കാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായ ഭൂമിയുടെ പ്രതലം, ശുദ്ധമായ മണ്ണ് അല്ലെങ്കിൽ ഭൂമിക്ക് ഉപരി അതിൽ തയമ്മം ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി. ഇങ്ങനെ ദീനിൻ്റെ വിധികൾ എടുത്തു നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ അതിനെ എളുപ്പമാക്കി. അത് അല്ലാഹു റഫീഖാണ് എന്നതിൻ്റെ തേട്ടാണ്. അല്ലാഹു ഒരിക്കലും തീവ്രതയും അതേപോലെ തന്നെ കാഠിന്യവും ഉദ്ദേശിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ആ നാമം തേടുന്നത്. വിശുദ്ധ ഖുർആൻ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആൻ, ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു, ലിദ്ദിക്ർ, മനുഷ്യന്മാർക്ക് ഉത്ബുദ്ധരാകാൻ, ഫഹൽ മിൻ മുദ്ദക്കിർ, ഇതിൽ ഉത്ബുദ്ധമാകുവാൻ ആളുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ എളുപ്പമാക്കി ആളുകൾക്ക് ഉത്ബുദ്ധരാകാൻ. ഉത്ബോധനം എന്ന നിലക്ക് ഖുർആൻ എളുപ്പമാണ്. ആർക്കും മനസ്സിലാക്കാൻ കഴിയും വിധം എളുപ്പമായ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. പക്ഷെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ട്. ചിലർ പറയും പ്രയാസമുണ്ട്, ഞെരുക്കുണ്ട്. അതെന്തുകൊണ്ടാ? അത് ആളുകളുടെ കുഴപ്പമാണ്. ചിലരുടെ തലയിലേക്ക് തലച്ചോർക്ക് കയറൂല, കാരണം തലച്ചോറിന് സീലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അത് പാപങ്ങളായി, നിഷിദ്ധങ്ങളായി, അതേപോലെ തന്നെ അരുതായ്മകളായിട്ട്
തലച്ചോറിന് മറ വീണ് അതിലേക്ക് വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ വന്നിറങ്ങാത്ത വിധം കനത്ത മറ തീർക്കപ്പെട്ടിട്ടുണ്ട്. ഖംറുൽ ഉഖൂൽ, തലച്ചോറിന് ഏൽക്കുന്ന ലഹരിയുണ്ട്. ആ ലഹരി ഏറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ സ്വാധീനം ഉണ്ടാവില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നത് വലഖദ് യസ്സർനൽ ഖുർആൻ ലിദ്ദിക്ർ എന്നാണ്. വിശുദ്ധ ഖുർആനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു റഫീഖാണ് എന്നതിന്റെ തേട്ടങ്ങളിൽപ്പെട്ടതാണ്. കാരുണ്യത്തിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ രൂക്ഷതയും തീവ്രതയും വർജിക്കാൻ ആവശ്യപ്പെട്ട പ്രവാചകനാണ്. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം, നിങ്ങൾ ഞെരുക്കമുണ്ടാക്കരുത് എന്ന് പ്രബോധകരോട് വസിയത്ത് ചെയ്തിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധകന്മാരെ പറഞ്ഞയക്കരുത്. യസ്സിറ വലാ തുഅസ്സിറ, രണ്ടുപേരെ പറഞ്ഞയച്ച പറയാണ് യസ്സിറ, നിങ്ങൾ രണ്ടാളും ആളുകൾക്ക് എളുപ്പമാക്കി കൊടുക്കണം. വലാ തുഅസ്സിറ, നിങ്ങൾ ഞെരുക്കുണ്ടാക്കരുത്. അതേപോലെ ആളുകളോടുള്ള റസൂലുള്ളാഹിന്റെ കൽപ്പനയിൽ കാണാം യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം, നിങ്ങൾ ഞെരുക്കാക്കരുത്. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത. തിരുനബി ഏറെ സൗമ്യനായിരുന്നു, മൃദുലത ഇഷ്ടപ്പെടുന്ന പ്രവാചകനായിരുന്നു, രൂക്ഷത വർജിക്കുവാൻ ആവശ്യപ്പെടുന്ന പ്രവാചകനായിരുന്നു. ചരിത്രത്തിൽ കാണാം, ഇമാം അൽ ഹാഫിദ് ബിൻ ഹജർ അദ്ദേഹത്തിന് അൽ ഇസാബയിൽ കൊടുത്തൊരു സംഭവം. അതെന്താ? അബ്ബാദ് ബിനു ഷുറഹ്ബീൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ബനു ഖുബർ ഗോത്രക്കാരിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ബനു ഖുബർ ഗോത്രത്തിൽപ്പെട്ട അബ്ബാദ് ബിനു ഷുറഹ്ബീൽ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ മദീനയിൽ വന്നു. അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ ആ വർഷം നല്ല വറുതിയുടെ പട്ടിണിയുടെ വർഷത്തിലാണ് അദ്ദേഹം മദീനയിൽ വന്നത്. അപ്പൊ വിശന്ന് പൊരിഞ്ഞാണ് അയാൾ മദീനയിൽ കാലുകുത്തിടത്. അദ്ദേഹം പറയാണ്, ഫഅതൈതു ഹായിതൻ മിൻ ഹൈതാനിഹ, മദീനയിൽ കുറെ തോട്ടങ്ങളാണല്ലോ, ഈത്തപ്പന തോട്ടങ്ങൾ, കൃഷിയിടങ്ങൾ, അങ്ങനെ കുറേയാണ്. ഒരു തോട്ടത്തിൽ ഞാൻ ചെന്നു. അങ്ങനെ ഫഅഖത്തു സുംബുലൻ ഫഫറക്തുഹു ഫഅകൽതുഹു, ആ തോട്ടത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്ത്, ഒരു ധാന്യക്കൊല എടുത്തിട്ട് എന്ത് ചെയ്ത്, അതിന്റെ തൊലി ഇരിച്ചിട്ട് ഞാൻ ആ ധാന്യം തിന്നു. വജഅൽതുഹു ഫീ കിസായി, കുറച്ച് ഞാൻ എൻ്റെ വസ്ത്രത്തിൽ പൊതിയും ചെയ്തു. വിശപ്പ് കാരണത്താൽ പട്ടിണി വെട്ടിട്ട് ആ ഗോത്രത്തിൽ നിന്ന് മൂപ്പര് ഓടിയതാണ്. അങ്ങനെ മദീനയിലെത്തി. ഒരു തോട്ടത്തിൽ കയറിയിട്ട് ഒരു ധാന്യക്കൊല എടുത്തിട്ട് എന്ത് ചെയ്ത്, അതിന്റെ തൊലി ഉരിച്ച് കുറച്ച് തിന്ന് വിശപ്പ് മാറ്റി, ബാക്കിയുള്ളത് എന്ത് ചെയ്ത് മൂപ്പര് തട്ടത്തിൽ കെട്ടി. അദ്ദേഹം പറയാണ്, ഫജാ സാഹിബുൽ ഹായിത്ത്, ആ തോട്ടത്തിന്റെ മുതലാളി വന്നു. അങ്ങനെ ഫദറബനി വഅഖദ സൗബി, അദ്ദേഹം എന്നെ പൊതിരെ തല്ലി. മാത്രമല്ല എൻ്റെ അടുത്തുള്ള വസ്ത്രം ഉണ്ടല്ലോ അത് മൂപ്പര് മുതലാളി പിടിച്ചു വാങ്ങും ചെയ്തു. അബ്ബാദ് ബിൻ ഷർഹബീൽ പറയാണ്, ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. ഫഅഖ്ബർതു, തിരുനബിയോട് ഞാൻ കാര്യം പറഞ്ഞു. ഫഖാല ലിറജുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ തോട്ടത്തിന്റെ മുതലാളിനോട് പറഞ്ഞത്? മാ അതംതഹു ഇദ് കാന ജാഇയൻ ഔ സാഗിബൻ, പട്ടിണിയിൽ വറുതിയിൽ കഴിയണ മനുഷ്യനാണ്, നിങ്ങൾ അയാൾക്കൊട്ട് തിന്നാൻ കൊടുത്തതുമില്ല. വല അല്ലംതഹു ഇദ് കാന ജാഹിലൻ, അയാൾ ജാഹിലാണ്, വിവരമില്ലാത്ത മനുഷ്യനാണ്, ഗ്രാമീണതയിൽ നിന്ന് വന്നതാണ്. ആ ഗ്രാമീണനായ ആ വിവരദോഷിയെ, അറിവില്ലാത്ത മനുഷ്യനെ നിങ്ങളോട്ട് പഠിപ്പിച്ചതുമില്ല എന്നാണ് തോട്ടത്തിന്റെ മുതലാളിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഫാമറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറദ്ദ ഇലൈഹി സൗബഹു, വസ്ത്രം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. വഅമറ ലഹു ബിവസ്ഖിൻ മിൻ തആമിൻ ഔ നിസ്ഫ വസ്ഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഒരു വസ്ഖ് എന്നാണ് 5 സാഴ്, അല്ലെങ്കിൽ അര വസ്ഖ് 2.5 സാഴ് ഭക്ഷണം ആ മനുഷ്യന് നൽകാൻ വേണ്ടിയിട്ട് ആജ്ഞാപിക്കേണ്ടായി എന്നാണ്. അബ്ബാദ് ബിനു ഷർഹബീലിന് നൽകാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു എന്നാണ് അൽ ഇസാബയിൽ ഇബ്നു ഹജർ ഉദ്ധരിച്ചതാണ്. ഇതിന്റെ സനദ് സഹീഹാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അബ്ബാദ് ബിനു ഷർഹബീൽ അദ്ദേഹം ഒന്ന് ജാഹിലാണ്, അറിവില്ലാത്ത മനുഷ്യനാണ്. 2 ആ നാട്ടുകാർക്ക് ഭയങ്കര പട്ടിണി പിടികെട്ടു ഒരു വർഷത്തിൽ. അങ്ങനെയാണ് മൂപ്പര് ആ നാട് വിട്ട് ഓടി വരുന്നത് മദീനത്തേക്ക്. അപ്പൊ മദീനത്ത് വന്ന് നോക്കുമ്പോൾ നല്ല തോട്ടങ്ങൾ, കൊശിയാണ്. അപ്പോൾ ഒരു തോട്ടത്തിൽ കയറിയിട്ട് മൂപ്പര് എന്ത് ചെയ്തു, ഒരു ധാന്യക്കോല എടുത്തിട്ട് വേഗം അത് തൊലിച്ച് തിന്നും ചെയ്തു, ബാക്കിയുള്ളത് മൂപ്പര് തട്ടത്ത് കെട്ടുകയും ചെയ്തു.
തോട്ടത്തിൻ്റെ മുതലാളി വന്നപ്പോൾ മൂപ്പര് ഇയാളെ പിടിച്ച് പൊതിരെ തല്ലി ആ തട്ടം പിടിച്ചു വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പട്ടിണി കോലത്തെ ഒന്നും പറഞ്ഞില്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശകാരിച്ചത് ആ തോട്ടത്തിൻ്റെ ഉടമയാണ്. പട്ടിണിയിൽ പൊറുതി മുട്ടിയവനെ തിന്നാൻ കൊടുത്തിട്ട് സഹായിച്ചതുമില്ല, അറിവില്ലാത്തവനാണെന്നുള്ളവർക്ക് പഠിപ്പിച്ചതുമില്ല. സുഹൃത്തെ, മോഷ്ടിക്കാൻ പാടില്ല, ചോദിച്ചിട്ട് വല്ലതും എടുത്ത് തിന്നാണ് വേണ്ടത്, അങ്ങനെയാണെങ്കിൽ തന്നെ എന്ന് പഠിപ്പിച്ചതുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? തട്ടം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ്. പിന്നെയോ ഒരു വസ്ക് 5 സാ ഗോതമ്പ് അല്ലെങ്കിൽ ഭക്ഷണം അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ സഹായിക്കുവാൻ ആവശ്യപ്പെടുകയുണ്ടായി എന്നാണ്. ഇത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൃദുല സൗമ്യ പെരുമാറ്റത്തിൻ്റെ ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ റഫീഖായിരുന്നു. അങ്ങനെയുള്ള പ്രവാചകനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ എളുപ്പമാണ്, രൂക്ഷത ഇല്ലാത്ത ദീനാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ എളുപ്പമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ റഫീഖാണ്. തിരുദൂതർ ഏറെ സൗമ്യനായിരുന്നു, സഹനശീലനും അതേപോലെ തന്നെ മൃദുലതയിൽ പെരുമാറുന്ന വ്യക്തിത്വവുമായിരുന്നു എന്നുള്ളതാണ്. ഇനി ചില തിരുമൊഴികൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്താ തിരുമൊഴികൾ? അള്ളാഹു റഫീഖാണ് എന്നതിൻ്റെ തേട്ടം എന്ത് എന്നറിയിക്കുന്ന തിരുമൊഴികളാണ്. അള്ളാഹു റഫീഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സൗമ്യത ഇഷ്ടപ്പെടുന്നു, രൂക്ഷത അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, തീവ്രത അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു മൃദുലതയും സൗമ്യതയുമാണ് ഇഷ്ടപ്പെടുന്നത്. ആ വിഷയം അറിയിക്കുന്ന തിരുമൊഴി എന്താണ്? ഒന്ന് നമ്മൾ കേട്ടു, യുഹിബ്ബു റിഫ്ഖ് ഫിൽ അംരി കുല്ലിഹി, എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സൗമ്യത ഇഷ്ടപ്പെടുന്നു എന്നാണ്. രൂക്ഷത ഇഷ്ടപ്പെടുന്നില്ല, തീവ്രത ഇഷ്ടപ്പെടുന്നില്ല. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജരീർ ബിൻ അബ്ദുള്ളയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ, മൻ യുഹ്റമുർ റിഫ്ഖ് യുഹ്റമുൽ ഖൈർ. മൻ യുഹ്റമുർ റിഫ്ഖ്, മൃദുലത ഒരാൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ യുഹ്റമുൽ ഖൈർ, അയാൾക്ക് ഖൈറും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഒരാൾ സൗമ്യനല്ലെങ്കിൽ അയാൾക്ക് ഒരു നന്മയില്ലെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരാൾ മൃദുലനല്ലെങ്കിൽ അയാൾക്ക് ഒരു ഖൈറും ഇല്ല എന്നാ പറഞ്ഞ അർത്ഥം. അള്ളാഹു ആർക്കാണ് മൃദുലതയും സൗമ്യതയും തടഞ്ഞത്, അയാൾക്ക് ഖൈർ തടയപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അയാൾക്ക് ഖൈർ നൽകിയിട്ടില്ല. അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വശമാണ്. രൂക്ഷത, തീവ്രത, ഇതാണ് ഒരാളുടെ കയ്യിലിരിപ്പെങ്കിൽ അയാൾ ഷർറാണ്, അയാൾക്ക് ഖൈർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മാത്രമല്ല, ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടുകളുമായി ബന്ധപ്പെട്ട് പറയാണ്. എന്താ? മാ ഉഅതിയ അഹ്ലു ബൈതിനി റിഫ്ഖ ഇല്ലാ നഫഅഹും വലാ മുനിഉ ഇല്ലാ ദറഹും. മാ ഉഅതിയ അഹ്ലു ബൈതിൻ, ഒരു വീട്ടുകാർക്ക് നൽകപ്പെട്ടിട്ടില്ല റിഫ്ഖ്, മൃദുലത, സൗമ്യത, ഇല്ലാ നഫഅഹും, അത് അവർക്ക് ഉപകരിക്കാതെ. അപ്പൊ ഒരു വീട്ടുകാർക്ക്, കുടുംബത്തിന് അള്ളാഹു സൗമ്യതയും മൃദുലതയും നൽകിയിട്ടുണ്ടെങ്കിൽ അതവർക്ക് ഉപകാരമാണ്, അതവർക്ക് ഗുണമാണ്. വമാ മുനിഊഹു ഇല്ലാ ദറഹും, ഒരു വീട്ടുകാർക്ക് അള്ളാഹു സൗമ്യതയും മൃദുലതയും തടയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇല്ലാ ദറഹും, അതവർക്ക് വിനയാണ്, ഉപദ്രവമാണ്. ഏതൊരു വീട്ടുകാർക്കാണോ സൗമ്യതയും മൃദുലതയുള്ളത് ആ വീട് നല്ല വീടാണെന്ന് അർത്ഥം. അതില്ലാത്ത വീട് എന്താ? നാഥനില്ലാ പട നായപ്പട അറിഞ്ഞ പോലെ പടയുടെ വീടായിരിക്കും. കച്ചറ, ബഹളം, ഭാര്യയും ഭർത്താവും തമ്മിൽ, അതേപോലെ തന്നെ രക്ഷിതാക്കളും മക്കളും തമ്മിൽ, വീട്ടുകാരും അയൽപക്കവും തമ്മിൽ, വീട്ടിലുള്ള ഇതര മെമ്പർമാർ അന്യോന്യം എന്നും കലാപായിരിക്കും, കലഹായിരിക്കും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൃദുലത ഒരു വീട്ടുകാർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഉപകരിക്കും, മൃദുലത ഒരു വീട്ടുകാർക്ക് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതവർക്ക് വിനയാണ്, അപകടമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറയുന്നത്. സഹിഹായ ഹദീസാണ്. മാത്രമല്ല, ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ്, ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യുഅതി അല റിഫ്ഖി മാ ലാ യുഅതി അല ഖുർഖി.
ഇന്നല്ലാഹ ലയുഅതി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും, അലർ റിഫ്ഖി, മൃദുല സമീപനങ്ങൾക്കും മൃദുല പെരുമാറ്റങ്ങൾക്കും, മാ ലാ യുഅതി അലൽ ഖുർഖി, തീവ്രതക്ക് നൽകാത്തത്, തീവ്ര സമീപനങ്ങൾക്ക് നൽകാത്തത് അള്ളാഹു മൃദുല സമീപനങ്ങൾക്ക് നൽകുന്നതാണ്. അത് പ്രതിഫലമായിട്ടും അനുഗ്രഹമായിട്ടും അള്ളാഹു നൽകും. വഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അള്ളാഹു ഒരു ദാസനെ ഇഷ്ടപ്പെട്ടാൽ ആതാഹു റിഫ്ഖ്, അള്ളാഹു അയാൾക്ക് റിഫ്ഖ് നൽകുന്നതാണ്. ഒരു ദാസനെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് അള്ളാഹു റിഫ്ഖ് നൽകും. റിഫ്ഖ് പറഞ്ഞാൽ എന്താ? അത് സൂപ്പർ മാർക്കറ്റിൽ റിയാലൈനിക്ക് അഷറിട്ടുന്ന സംഗതിയല്ല, പിന്നെയോ അത് മനുഷ്യന്റെ സ്വഭാവമാണ്, ഉത്തമ ഗുണമാണ്. മൃദുലത, സൗമ്യത, മനുഷ്യന്മാരോടുള്ള വർത്തനത്തിൽ, അയൽപക്കത്തോടുള്ള വർത്തനത്തിൽ, മക്കളോടുള്ള വർത്തനത്തിൽ, ഭാര്യമാരോടുള്ള വർത്തനത്തിൽ, ഭർത്താക്കന്മാരോടുള്ള വർത്തനത്തിൽ, സ്വന്തം ശരീരത്തോടുള്ള വർത്തനത്തിൽ. ഇൻഷാ അല്ലാഹ് അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഒക്കെ മൃദുലത, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദാസനെ ഇഷ്ടപ്പെട്ടാൽ അവൻക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അപ്പം പടച്ചോൻ നമുക്ക് അവൻ്റെ ഇഷ്ടം കരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ നിദർശനവും ലക്ഷണവുമാണ് നമ്മളുടെ സൗമ്യത, നമ്മളുടെ മൃദുലത. എന്നിട്ട് തിരുനബി തുടർത്തുകയാണ്, മാ മിൻ അഹ്ലി ബൈത്തിൻ യുഹ്റമൂന റിഫ്ഖ ഇല്ലാ ഖദ് ഹുരിമു, ഏതൊരു വീട്ടുകാർക്കാണോ റിഫ്ഖ് ഹറാമാക്കപ്പെട്ടത്, നിഷിദ്ധമാക്കപ്പെട്ടത്, ഇല്ലാ ഖദ് ഹുരിമു, അവർക്ക് നന്മകളെല്ലാം തടയപ്പെട്ടിരിക്കുന്നതാണ്. പിന്നെ ആ വീട്ടിലൊരു നന്മയില്ല. പിന്നെ ആ വീട്ടിലുള്ളത് എന്താ? ആരെടാന്ന് ചോദിച്ചാൽ ഞാനെടാ, അതുണ്ടായത്. പോടാ പോടി, ഇതന്നെ ഉണ്ടായത്. അസ്മായിൻ്റെ ഒരു കഥ വായിച്ചു ഓർക്കുന്നുണ്ട്. എന്താ കഥയിലുള്ള അറിയാം? ഒരു അറാബിയും ഒരു അറാബിയത്തുമാണ്. ഒരു ഗ്രാമീണ അറബി, ഒരു ഗ്രാമീണതയിൽ ഒരു പെണ്ണ്. ആളുകൾ തെറ്റി പറയും കാട്ടറബി ചെയ്യുന്നു, അല്ലേ? പക്ഷെ ഈ ഗ്രാമീണ പെണ്ണ് വളരെ സുന്ദരിയാണ്. ഈ അറാബി ആകട്ടെ വിരൂപനാണ്, വളരെ വിരൂപനാണ് അറാബി, കാണാൻ ചേലില്ല. പക്ഷെ പെണ്ണ് ഭയങ്കര ചേലും ചൊറുക്കാണ്, വളരെ സുന്ദരിയാണ്. അപ്പോൾ ആളുകളുണ്ടല്ലോ, ഈ ആളുകൾ ഫിത്തന ഉദ്ദേശിക്കും. അപ്പോൾ ഈ പെണ്ണിനോട് ചെന്നിട്ട് പറയാണ്, പെണ്ണ് എത്ര സുന്ദരിയായിട്ട് നീ എങ്ങനെ ഇയാളൊപ്പം പൊറുക്കണ്, ഇത്ര ചൊറുക്കുള്ള നീ എങ്ങനെയാണ് ഈ വിരൂപനോടൊപ്പം കഴിയണെന്ന്. അപ്പം പെണ്ണ് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾ പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു തെറ്റ് അള്ളാഹുവിനോട് ചെയ്തിട്ടുണ്ട്, അതിന് അള്ളാഹു എനിക്ക് നൽകിയ ശിക്ഷയാണ് ഇയാൾ. അയാൾ എന്തോ ജീവിതത്തിൽ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട്, അയാൾക്ക് അള്ളാഹു നൽകിയ പ്രതിഫലമാണ് ഞാൻ, കൂലിയാണ് ഞാൻ. എന്താ ഇപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം? അവർ തമ്മിലുള്ള മനസ്സെങ്ങനെ? ഈ മനസ്സിലെങ്ങനെയാണ് ആ ബന്ധം തുടർന്നു പോകുക? അസ്മായ അതിനു വേണ്ടിയിട്ടാണ് ആ ചരിത്രം ഉദ്ധരിച്ചത്. ഏതായാലും പൊരുത്തല്ലാതെ, സൗമ്യതയും മൃദുലതയും ഇല്ലാതെ ബന്ധം തുടരുക എന്നുള്ളത് സാധ്യമല്ല, അത് അസാധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തിന് റിഫ്ഖ്, മൃദുലതയും സാവകാശവും അതേപോലെ തന്നെ സൗമ്യതയും പറഞ്ഞിട്ടില്ല എങ്കിൽ, വിധിച്ചിട്ടില്ല എങ്കിൽ, നന്മകളെല്ലാം അവർക്ക് വിധിച്ചിട്ടില്ല എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ തിരുമൊഴിയുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ നമ്മളുടെ പെരുമാറ്റത്തിൽ വീട്ടിലുള്ള മെമ്പർമാർ, മാതാപിതാക്കളാകട്ടെ, ജ്യേഷ്ഠാഞ്ജന്മാരാകട്ടെ, സഹോദര സഹോദരി ആകട്ടെ, പിന്നെ ഭാര്യമാർ, മക്കൾ, ഇവരോടൊക്കെ നമ്മുടെ പെരുമാറ്റത്തിൽ, അതേപോലെ അവിടുന്ന് ഇങ്ങോട്ടുള്ള പെരുമാറ്റത്തിൽ ഈ റിഫ്ഖ് എന്ന ഗുണമുണ്ടോ? അള്ളാഹു നമുക്ക് ഖൈറ് വിധിച്ചിട്ടുണ്ട്, റിഫ്ഖില്ലേ അള്ളാഹു നമുക്ക് ഖൈറ് തടഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു റഫീഖാൻ, അവൻ റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു, റിഫ്ഖ് ഉള്ളവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇനി നോക്ക് മറ്റൊരു ഹദീസ്, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ശൈഇൻ ഇല്ലാ സാനഹു വലാ യുൻസഉ മിൻ ശൈഇൻ ഇല്ലാ ശാനഹു. നല്ല ഗംഭീരമായ ഹദീസാണ്. ഇന്ന റിഫ്ഖ്, തീർച്ചയായും മൃദുലത, സൗമ്യത, അത് ലാ യകൂനു ഫീ ശൈഇൻ ഇല്ലാ സാനഹു, ഒരു സംഗതിയിൽ അതുണ്ടെങ്കിൽ, മൃദുലതയുണ്ട് എങ്കിൽ, സൗമ്യതയുണ്ട് എങ്കിൽ, ഇല്ലാ സാനഹു, സൗമ്യതയും മൃദുലതയും അതിനെ അലങ്കരിക്കും, മോടി കൂട്ടും, ഭംഗി കൂട്ടും. വലാ യുൻസഉ മിൻ ശൈഇൻ,
ഒരു സംഗതിയിൽ നിന്ന്, വസ്തുവിൽ നിന്ന്, ഒരു പ്രവൃത്തിയിൽ നിന്ന്, സംഗതിയിൽ നിന്ന് സൗമ്യതയെയും മൃദുലതയും ഊരിയെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നന്നായി മൃദുലത ഇല്ല എങ്കിൽ ഇല്ല ഷാനഹു, ആ സംഗതി ആകെ രപ്പാകും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഒരു വസ്തുവിന് മൃദുലത സീനത്താണ്, അലങ്കാരാണ്. മൃദുലതയില്ലാത്ത ഒരു വസ്തു, മൃദുലതയില്ലായ്മ ക്ഷീണത്താണ്. എന്താ? വൈകൃതമാണ്. അപ്പൊ ഏതൊരു പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും സാവകാശം, മൃദുലത, സൗമ്യത, അത് ആ പ്രവൃത്തിയെ മാറ്റുകൂട്ടും, മൊഞ്ചുകൂട്ടും. രൂക്ഷത ആ പ്രവൃത്തിയെ കോലം കെടുത്തും, ഭംഗി കെട്ടതാക്കും എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും എന്താ വേണ്ടത്? പെരുമാറ്റം മൃദുലമാക്കുക, സ്വഭാവം സൗമ്യമാക്കുക എന്നുള്ളതാണ്. എല്ലാം ഇവിടെ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളതാണ്. ഇനി നോക്കൂ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ്, ഇന്നമൻ ഉഅതിയ ഹബ്ബഹു മിനർ റിഫ്ഖ് ഫഖദ് ഉഅതിയ അല്ലാഹു ഹബ്ബഹു മിൻ ഖൈരിദ് ദുനിയ വൽ ആഖിറ വസിലത്തുർ റഹീമി വഹുസ്നുൽ ഖുൽഖി വഹുസ്നുൽ ജവാർ യഅമുറാനി ദിയാർ വയസീദാനി ഫിൽ അഅമാർ. എന്താ? ഇന്നമൻ ഉഅതിയ ഹബ്ബഹു മിനർ റിഫ്ഖ്, സൗമ്യതയിൽ നിന്ന്, മൃദുലതയിൽ നിന്ന് ഒരു വിഹിതം വല്ലവർക്കും നൽകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഫഖദ് ഉഅതിയ ഹബ്ബഹു മിൻ ഖൈരിദ് ദുനിയ വൽ ആഖിറ, അയാൾക്ക് ഇഹത്തിലെയും പരത്തിലെയും, ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മയിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ദുനിയാവിൽ സൗമ്യ സ്വഭാവം, മൃദുല സ്വഭാവം, അതിൽ നിന്നൊരു വിഹിതം നൽകപ്പെട്ട ഒരു വ്യക്തി, അയാൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നന്മയുടെ ഒരു വിഹിതം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ പ്രവാചകൻ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മളുടെ പെരുമാറ്റങ്ങളിൽ എത്ര സൗമ്യത ഉണ്ടോ, എത്ര മൃദുലത ഉണ്ടോ, അതിൻ്റെ ഒരു വിഹിതം, ആ വിഹിതത്തിനനുസരിച്ചാണ് നമുക്ക് ഇഹത്തിൽ ഖൈർ, നന്മ, പരത്തിൽ ഖൈർ. ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് തിരുനബി പറയാണ്, വസിലത്തുർ റഹീം, കുടുംബ ബന്ധം ചേർത്തൽ, വഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം, വഹുസ്നുൽ ജിവാർ, നല്ല അയൽപക്ക ബന്ധം, യഅമുറാനി ദിയാർ വയസീദാനി ഫിൽ അഅമാർ, ആയുസ് കൂട്ടുകയും വീടുകളെ ധന്യമാക്കുകയും നാഗരികമാക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. സൽസ്വഭാവം, നല്ല അയൽപക്ക ബന്ധം, കുടുംബ ബന്ധം ചേർത്തൽ, ഇത് ഒരാളുടെ ആയുസ് കൂട്ടിക്കൊടുക്കും. അതേപോലെ തന്നെ അത് ധാർമ്മികമായി വീടുകളെ സജീവമാക്കും, നാഗരികമാക്കും. ഇതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞത് എന്താ? സൗമ്യതയും മൃദുലതയാണ്. കാരണം എന്താ? നല്ല സ്വഭാവം ഉണ്ടാകണമെങ്കിലും, അതേപോലെ തന്നെ നല്ല കുടുംബബന്ധം നേരിക്ക് ചേർക്കണമെങ്കിലും, നല്ല അയൽപക്ക ബന്ധം വെച്ച് പുലർത്തണം എന്നുണ്ടെങ്കിലും അനിവാര്യമായിട്ടുള്ളൊരു സംഗതിയാണിത്, മൃദുല പെരുമാറ്റം, അതേപോലെ സൗമ്യമായ ശീലങ്ങൾ, പെരുമാറ്റങ്ങൾ. അതില്ല എങ്കിൽ വെട്ടൊന്ന് കഷ്ണം രണ്ട്, ഖലാസ്, വെട്ടൊന്ന് കഷ്ണം രണ്ട്. തലാക്ക് മൂക്കിൻ്റെ അവിടെ ആയിരിക്കും, ഒറ്റ തുമ്മലിന് തലാക്ക് മൂന്നും തെറിക്കണ പോലായിരിക്കും. അതേപോലെ തന്നെ ബന്ധവിച്ഛേദനങ്ങൾ, ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരത്തിൽ തിരുമൊഴികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അള്ളാഹു റഫീഖാണ്, റിഫ്ഖ് ഇഷ്ടപ്പെടുന്ന അള്ളാഹു ആകുന്നു, എല്ലാ കാര്യങ്ങളിലും റിഫ്ഖ്. സ്വന്തത്തിൻ്റെ വിഷയത്തിൽ ഒരാൾ റഫീഖായിരിക്കണം. എന്താ സ്വന്തത്തിൻ്റെ വിഷയത്തിൽ റഫീഖ് എന്ന് പറഞ്ഞാൽ? ഒരു ചരിത്രമുണ്ട്. ഹൗല ബിന്ത് തുഐബ് എന്ന് പറയുന്ന ഒരു മഹദി, അവർ ബനു അസദ് ഗോത്രക്കാരിയാണ്. ബനു അസദ് ഗോത്രക്കാരിയായ ഹൗല ബിന്ത് തുഐബ് എന്ന് പറയുന്ന മഹദി ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തുകൂടി നടന്നുപോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ട്. ഹൗല നടന്നു പോയപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, റസൂലേ, ഹാദിഹി അൽ ഹൗല ബിന്ത് തുഐബ്, ഇത് ഹൗലയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ ഹൗല ബിന്ത് തുഐബിനെ ആയിഷമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണത്? അവരിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടല്ലേ.
അല്ലെങ്കിൽ ഇതിനാ അതിലെ പോണ പെണ്ണുങ്ങളെ കാണിച്ചു കൊടുക്കണേ? ഭർത്താവിന് സ്ത്രീകൾ കാണിച്ചു കൊടുക്കൂല. അതേസമയം അവരെ കാണിച്ചു കൊടുക്കുന്നത് എന്തിനാ? ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? അന്നഹ ലാ തനാമു ബില്ലൈൽ, അവര് രാത്രി ഉറങ്ങൂല എന്നുള്ളതാണ്. ആ സ്ത്രീ രാത്രി ഉറങ്ങൂല എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അങ്ങനത്തെ ഹൗലയാണ്, ആ പെണ്ണാണ് അത് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി എന്തിനാ രാത്രി ഉറങ്ങാതിരിക്കണത്. ഇന്നൊക്കെ ആണെങ്കിൽ പല സാധ്യതകളുണ്ട്. കുറേ ചാനലുകൾ തീർക്കാനുണ്ട്, ഖത്തം. അതേപോലെ തന്നെ കുറേ സീരിയലുകൾ തീർക്കാനുണ്ട്. അതേപോലെ തന്നെ കുറേ പിന്നെ മെസ്സേജുകൾ വായിക്കാനുണ്ട്. കുറേ സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടതൊക്കെ തീർത്തിട്ട് വേണ്ടേ? അപ്പം അങ്ങനെ കുറേ സാധ്യതകളുണ്ട്. പക്ഷേ അന്നൊരു പെണ്ണ് രാത്രി ഉറങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കാം അവർ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന സ്ത്രീയാണ്. ഉറങ്ങാതെ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന പെണ്ണായിരുന്നു ആര്? അൽ ഹൗല ബിന്ത് തുഐബ് റളിയല്ലാഹു തആല അൻഹ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ലാ തനാമുൽ ലൈൽ, രാത്രി ഉറങ്ങാതിരിക്കേ. അവർ രാത്രി ഉറങ്ങാതിരിക്കേ. ഖുദു മിനൽ അമലി മാ തുതീഖൂൻ ഫവല്ലാഹി ലാ യസ്അമുല്ലാഹ ഹത്താ തസ്അമു. നിങ്ങൾക്ക് കഴിയണത്ര അമല് ചെയ്താൽ മതി, അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് മടുപ്പുണ്ടാകുന്ന വരെ അള്ളാഹ് മടുപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നിങ്ങൾ അമലെടുത്ത് മടുക്കേണ്ട കാര്യമല്ല. അള്ളാഹു ഒരിക്കലും മടുക്കൂല. അള്ളാഹു നമ്മൾ ചോദിക്കണം, അള്ളാഹു നൽകും. നമ്മൾ ആവശ്യപ്പെടുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. നിസ്കരിക്കണം എന്തിനാ? അള്ളാഹിനോട് യാചിക്കാനും ചോദിക്കാനും അല്ലേ? അള്ളാഹ്ക്ക് ഒരു മടുപ്പൂല, അള്ളാഹു യഥേഷ്ടം നൽകും. നിങ്ങൾക്ക് കഴിയണത്ര നിങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ട് ഉറങ്ങാൻ പറഞ്ഞു. ഉറക്കൊഴിച്ചിട്ട് രാത്രി നമസ്കരിക്കണ്ട എന്ന് അവരുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. അപ്പൊ സ്വന്തത്തോട് ഒരാൾ സൗമ്യനാകണം, സ്വന്തത്തിന്റെ വിഷയത്തിൽ ഒരാൾ മൃദുലനാകണം എന്നാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു, എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പകലൊക്കെ സുന്നത്ത് നോമ്പ, രാത്രിയിൽ ഖിയാമുൽ ലൈലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വിഷയത്തി തിരുനബി അബ്ദുല്ലാനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? യാ അബ്ദുല്ലാഹ് ഇബ്നു അംർ ബലഗനി അന്നക തസൂമുൻ നഹാർ വ തഖൂമുൽ ലൈൽ. നിങ്ങൾ രാത്രി മുഴുവൻ നിസ്കരിക്കുകയാണ്, പകലെല്ലാം നോമ്പെടുക്കുകയാണ് എന്നുള്ള വിവരം എനിക്കെത്തിയിട്ടുണ്ട്. ഫലാ തഫ്അൽ, അങ്ങനെ വേണ്ട. അലത്തൂല് നിസ്കാരവും അലത്തൂല് നോമ്പും അത് വേണ്ട. ഫൈനലി ജസദിക അലൈക ഹഖ, ഫൈനലി ജസദിക അലൈക ഹബ്ബ, അങ്ങനെയാണ്. നിന്റെ ശരീരത്തിന് നിനക്ക് ബാധ്യത ഉണ്ട്. വലി ഐനിക അലൈക ഹബ്ബ, കണ്ണിന് ശരീരത്തിൽ ബാധ്യത ഉണ്ട്, നിന്നിൽ നിന്ന് കിട്ടേണ്ട ബാധ്യത ഉണ്ട്. അതേപോലെ വൈനലി സൗജിക അലൈക ഹബ്ബ, ഭാര്യക്കും നിന്നിൽ നിന്ന് കിട്ടേണ്ട അവകാശമുണ്ട്. അതുകൊണ്ട് ശരീരത്തിന് നൽകേണ്ട അവകാശം റെസ്റ്റ്, അത് ശരീരത്തിന് കൊടുക്കണം. കണ്ണിന് കൊടുക്കേണ്ട അവകാശമാണ് ഉറക്കം, റെസ്റ്റ്, അത് കണ്ണിന് കൊടുക്കണം. ഭാര്യയ്ക്ക് നിന്നിൽ നിന്നുള്ള അവകാശമാണ് അവരോടൊപ്പമുള്ള കിടപ്പറ പങ്കിടലും സഹനവും, അത് കൊടുക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ അവന് റഫീഖ് ആവണം. ആരോട്? സ്വന്തത്തോട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു റഫീഖാണ്, അവൻ്റെ റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ സംഗതിയിലും. ദീന് തീവ്രതമാക്കുന്നവർക്ക് തീവ്രതയാണ് ഉണ്ടാകുക, അവസാനം ദീൻ അവരെ തോൽപ്പിക്കും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയതിൽ കാണാൻ സാധിക്കും. ഇപ്പൊ നോക്കി നിങ്ങൾ, നേർച്ച. എന്താ നേർച്ച? നേർച്ച എന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകൾക്ക് വരില്ല ഈ ചന്ദനക്കുടം, ഈ അടിച്ചുപൊളിയാണ്. അതല്ല നേർച്ച ഇസ്ലാമിൽ. പിന്നെയോ അത് അനിസ്ലാമികതയാണ്. ഈ ചന്ദനക്കുടം, പിന്നെ അതേപോലെ തന്നെ പെട്ടിവരവ്, സിമ്പൽപോക്ക്, ആനപ്പോക്ക്, ഇതൊക്കെ ഇസ്ലാമിൽ നേർച്ചയല്ല. നേർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നേർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അനുവദനീയമായൊരു സംഗതി അല്ലെങ്കിൽ സുന്നത്തായ ഒരു സംഗതി ഒരാൾ തനിക്ക് നിർബന്ധാക്കലാണ്. അനുവദനീയമായൊരു സംഗതി ഒരാൾ എന്ത് ചെയ്ത്? നേർച്ചയാക്കി. അതോടുകൂടി അത് നിർബന്ധമായി. സുന്നത്തായൊരു സംഗതി ഒരാൾ നേർച്ചയാക്കി, അത് നിർബന്ധമായി. ഇപ്പൊ തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ്. ഒരാൾ പറയാണ് അടുത്ത തിങ്കളാഴ്ച നോമ്പെടുക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അപ്പൊ സുന്നത്തായ സംഗതി എന്താ? ഇയാൾക്ക് നിർബന്ധമാക്കി. ആ നോമ്പെടുക്കൽ നിർബന്ധമാണ്, അത് ഒഴിവാക്കാൻ പറ്റൂല. അപ്പൊ നോക്കൂ നിങ്ങൾ, സുന്നത്തായൊരു സംഗതിയെ
അനുവദനീയമായൊരു സംഗതിയെ ഒരാൾ നേർച്ചയാക്കുമ്പോൾ എന്താക്കുകയാണ്? അത് തനിക്ക് തീവ്രമാക്കുകയാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? അള്ളാഹു തീവ്രമാക്കി. നേർച്ച നോറ്റ് വിട്ട് തന്നെ വേണം. നേർച്ച അത് നേരുക തന്നെ വേണം. അത് പൂർത്തീകരിക്കുക തന്നെ വേണം. അതില്ലെങ്കിലും അള്ളാഹു നിർബന്ധാക്കിയിട്ടില്ല. തിങ്കളാഴ്ച നോമ്പ് നോക്കണമെങ്കിൽ നോക്കാം, നോൽക്കാതിരിക്കാം. പക്ഷെ തനിക്കൊരാൾ തീവ്രമാക്കിയപ്പോൾ എന്തായത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിർബന്ധാക്കി. ഇത് ശർഈയായിട്ട് തന്നെ നമ്മൾ തീവ്രമാക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മളോട് തീവ്രത ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. ഖദരിയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏതൊരു വിഷയത്തിൽ തീവ്രത കാണിച്ചിട്ടുണ്ടോ നമ്മൾ ആ തീവ്രതയാൽ തോൽക്കും. അതിൻ്റെ ഉദാഹരണമാണ് വസ്വാസിൽ കുടുങ്ങുന്നവർ. ചിലർക്ക് ശുദ്ധി വരുത്തിയാൽ അത് തീരൂല. വരച്ച് ശരിക്കും എന്താ, വെള്ളം എടുത്ത് ചുളിവുകളൊക്കെ നനച്ച് ഉരച്ച് വിരലുകളൊക്കെ വിടർത്തി കഴുകിയാൽ മതി. മുഖം കഴുകുമ്പോൾ മുഖം കഴുകുക. തിങ്ങിയ താടിയാണ് എങ്കിൽ ഒന്ന് ചിക്ക അകറ്റുക. ചിക്ക അകറ്റൽ എന്താണ്? അത് സുന്നത്താണ്. ചില ആളുകൾ വസ്വാസിലായിട്ട് എന്ത് ചെയ്യും? ഓരോ രോമവും കഴുകും. ചിലരിങ്ങനെ വരച്ച് എന്താ സംഭവിക്കുക? ആ വസ്വാസ് അയാൾ അത് ദീനിൽ അല്ലാഹു പറഞ്ഞതല്ല, പിന്നെ ഒരാൾ സ്വന്തത്തിൽ വരുത്തുന്ന തീവ്രതയാണ്. ആ തീവ്രതയാൽ അയാൾ നശിക്കും. മനസ്സിലായി? ഒതു എടുക്കാൻ ആകെ 2 മിനിറ്റ് മതി, അല്ലെങ്കിൽ ഇനി കുറച്ച് സമയം മതി. ചിലർക്ക് ഒതു എടുക്കാൻ അരമണിക്കൂറും മതിയാവില്ല. ഒതു ചെയ്തു ഇതും ശുദ്ധിയായ എത്ര ഫോൺ വിളികൾ വരും. ഉസ്താദ് അങ്ങനെ ഒരു തോന്നലാണ്, ഉസ്താദ് ഇങ്ങനെ ഒരു തോന്നലാണ്. ചിലർ ജനാപത്ത് കുളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുളിൻ്റെ കോലം പറയുന്നിട്ടുണ്ടെങ്കിൽ മഹാ ഇടങ്ങാറാണ്. അത് പിന്നെയും സംശയമാണ്. ഞാൻ അവിടെ തേച്ചിട്ടുണ്ടോ, ഇവിടെ വരച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ, അവിടെ നനഞ്ഞിട്ടുണ്ടോ, ഇവിടെ നനഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ വസ്വാസ്. ആ വസ്വാസിൽ എന്താണ്? അയാളോട് തീവ്രത പുലർത്തുകയാണ്. ആ തീവ്രത അയാൾ പിന്നീട് അയാൾ നശിക്കണ രംഗം അവസ്ഥ. പിന്നെ അയാൾക്ക് ഏറ്റവും വെറുപ്പ് ദീനായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. മനസ്സിലായില്ലേ? ഇങ്ങനെ തീവ്രത പുലർത്താൻ പാടുള്ളതല്ല. ദീൻ റിഫ്ഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു. അത് സ്വന്തത്തിൻ്റെ വിഷയത്തിലായാലും അതിൻ്റെ ഒരു ഉദാഹരണമാണത്. ഇതേപോലെ പൊതുജനങ്ങളോടുള്ള സമീപനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ മുഅ്മിനൂന ഹയ്യിനൂൻ ലയ്യിനൂൻ. സത്യവിശ്വാസികൾ അവർ ഹയ്യിനൂൻ ലയ്യിനൂൻ, സൗമ്യതയുള്ളവരും മൃദുലന്മാരുമാണ്. സൗമ്യ സ്വഭാവത്തിൽ വർത്തിക്കുന്നവരും മൃദുലതയിൽ വർത്തിക്കുന്നവരുമാണ് മുഅ്മിനീങ്ങൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കൽ ജമലിൽ അനിഫ് അല്ലദീ ഇദാ ഖീദ ഖാദ് വഇദാ ഉനീഖ ഇസ്തനാഖ അലാ സഖറത്തിൻ. മൂക്ക് കയറിട്ട ഒട്ടകത്തെ പോലെയാണ് മുഅ്മിനീങ്ങൾ. മൂക്ക് കയറിട്ട ഒട്ടകത്തിന്റെ പ്രത്യേകത എന്താ? വഇദാ ഖീദ ഖാദ, എവിടേക്കാണ് പിടിച്ചു വലിക്കണത് അവിടേക്ക് ഒട്ടകൻ വരും. അതേപോലെ വൈദാ ഉനീഖ് ഇസ്തിനാഖ അലാ സഖറത്തിൻ, ഒരു പാറപ്പുറത്താണ് ആ ഒട്ടകത്തെ കിടത്തണത് എങ്കിൽ ആ പാറപ്പുറത്ത് ഒട്ടകം അവിടെ കിടക്കും. ഇങ്ങനെയാണ് മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹയ്യിനൂൻ ലയ്യിനൂൻ, മൃദുലന്മാർ സൗമ്യശീലർ. ഇത് വിശ്വാസികളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പം നമ്മൾ ഈ ആളുകളോടുള്ള പെരുമാറ്റത്തിൽ രൂക്ഷതയും തീവ്രതയും അത് വിശ്വാസിക്ക് പറഞ്ഞതല്ല. പിന്നെ വിശ്വാസി ഇவ்விധം സൗമ്യനും മൃദുലനുമാണ് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇതേപോലെ തന്നെ ഒരു സ്ഥാനം ലഭിച്ചവർ, പദവി അലങ്കരിക്കുന്നവർ, ഭരണാധികാരികൾ, ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇவ்விധം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ തിരുനബിയുടെ പ്രാർത്ഥന? മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫശഖ അലൈഹിം ഫശ്ഖുഖ അലൈഹി വമൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫറഫഖ ബിഹിം ഫർഫുഖ് ബിഹി. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തികളുടെ കാര്യം വല്ലവരും ഏറ്റെടുത്താൽ, ഭരണ നേതൃത്വം പ്രത്യേകിച്ച് വല്ലവരും ഏറ്റെടുക്കുകയും എന്നിട്ട് ഉമ്മത്തികളോട് കണിശതയിൽ ഞെരുക്കത്തിൽ വർത്തിക്കുകയും ചെയ്താൽ അവരോട് നീ കണിശതയിൽ ഞെരുക്കത്തിൽ വർത്തിക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആയാണ്. വമൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫറഫഖ ബിഹിം ഫർഫുഖ് ബിഹിം, എൻ്റെ ഉമ്മത്തികളുടെ നേതൃത്വം വല്ലവരും ഏറ്റെടുത്തിട്ട് അവരോട് മൃദുലതയിൽ സൗമ്യതയിൽ വല്ലവരും വർത്തിച്ചാൽ അവരോട് നീ മൃദുലതയിൽ സൗമ്യതയിൽ വർത്തിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാണ്.
അപ്പോൾ പ്രജാധിപന്മാർ, നായകന്മാർ പ്രജകളോട്, കീഴ്ഘടകങ്ങളോട് സൗമ്യതയിൽ വർത്തിക്കണം എന്നാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ ഇരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ ഒരു സംഭവം നടന്നു. എന്താ ഖിലാഫത്തിൽ നടന്ന സംഭവം? ഉമർ തൻ്റെ 2 വിരലുകൾ കാതിൽ തിരികിയിട്ട് യാ ലബ്ബൈക യാ ലബ്ബൈക എന്ന് വിളിച്ചറിയണം. അങ്ങാടിയിൽ ഒരു പ്രയാസം ഉണ്ടായിട്ട് വിളിച്ചു പറയുന്നത് രീതിയാണത്. യാ ലബ്ബൈക യാ ലബ്ബൈക എന്ന് വിളിച്ചു പറയണം. അപ്പൊ ജനങ്ങൾ പറയാണ് മാലഹു, ഉമറിന് എന്ത് പറ്റി ഇങ്ങനെ വിളിച്ചു പറയാൻ? അപ്പോൾ എന്താ സംഭവിച്ചത്? എന്താ, ഉമർ നിശ്ചയിച്ച ഒരു ഗവർണർ ഉമറിനൊരു കത്തെഴുതി. ആ കത്തിലുള്ളത് എന്താ? ആ ഗവർണറും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളവരും ഒരു യുദ്ധം ഉദ്ദേശിച്ച് പോവുകയാണ്. പോകുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു നദി, ആഴമുള്ള ഒരു നദി. ഈ നദി ക്രോസ് ചെയ്യാൻ ആർക്കും അറിയില്ല, വഴി അറിയില്ല, എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പോകുക എന്നുള്ളത് നീന്തിയിട്ടാണ് പോകേണ്ടത്, മറുകര പറ്റണം, എങ്ങനെ പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഒരാൾ ഗൈഡ് വേണം, എളുപ്പത്തിൽ ഇത് കടന്നു പോകാൻ അറിയണ ഒരാളെ കിട്ടണം. അന്നാണെങ്കിൽ പെരും തണുപ്പും കൊടിയ തണുപ്പ്, കടന്നു പോകാനുള്ള ബോട്ടോ തോണി അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം ഈ ഗവർണർ പറഞ്ഞ് ഈ നദി നീന്തി കടക്കാൻ പറ്റിയ ഒരാളെ അന്വേഷിക്കാൻ പറഞ്ഞു. ഈ നാട്ടുകാർ ഇവിടെ അറിയുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ഒരന്വേഷിക്കാൻ പറഞ്ഞു. അപ്പം അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു വൃദ്ധനാണ് കിട്ടിയത്, വയസ്സായ ഒരാൾ. അയാൾക്ക് എന്തോ അറിയാം, മുങ്ങാനൊക്കെ അറിയാം, വയസ്സനാണ്. അയാൾ കൊണ്ടുവന്ന് അപ്പം ഈ ഗവർണർ പറഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങൾ വഴി കാണിച്ചു തരണം, എങ്ങനെയാണ് ഇത് മുറിച്ച് കിടക്കേണ്ടത് ഇത് അറിയിച്ചു തരണം. അപ്പം അയാൾ പറഞ്ഞ് തണുപ്പാണ്, എനിക്ക് പേടിയാണ്, തണുപ്പിൽ പോകാൻ കഴിയില്ല. അപ്പോൾ ഈ ഗവർണർ എന്തെങ്കിലും നിർബന്ധിച്ച്, കാരണം എന്താ, ഇത് ക്രോസ് ചെയ്യലും നിർബന്ധമാണ്, അവിടെ എത്തിപ്പെടലും മറുകര പറ്റലും നിർബന്ധമാണ്, അതുകൊണ്ട് നിങ്ങൾ പോയേ പറ്റൂ. അങ്ങനെ ഇയാൾ എന്ത് ചെയ്ത്, ഈ ഗവർണർ നിർബന്ധിച്ചപ്പോൾ എന്ത് ചെയ്ത്, ഇയാൾ ഈ നദിയിൽ ഇറങ്ങി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് ആ വ്യക്തി, ആ കിളവൻ എന്ത് ചെയ്ത്, തണുപ്പ് കാരണത്താൽ അതിൽ മുങ്ങി, അയാൾ മരിച്ച്. അയാൾ മരിക്കുമ്പോൾ അയാൾ യാ ഉമറ യാ ഉമറ എന്ന് വിളിക്കണമുണ്ട്, മനസ്സിലായില്ലേ? അതായത് അയാൾ മുങ്ങുമ്പോൾ ഉമർ ആയിരുന്നുവെങ്കിൽ ഇത് ചെയ്യൂല എന്ന അർത്ഥത്തിലായിരിക്കും. അങ്ങനെ ഈ രംഗം കണ്ടപ്പോൾ ഈ ഗവർണർ എന്ത് ചെയ്ത്, അയാൾ മരിച്ചപ്പോൾ ഉമറിന് വേഗം ഒരു കത്തെഴുതിയിട്ട് വിവരം അറിയിച്ച്, ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞങ്ങളെ കയ്യാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, കത്തെഴുതി. ആ കത്ത് മദീനയിൽ കിട്ടിയപ്പോഴാണ് ഉമർ യാ ലബ്ബൈക യാ ലബ്ബൈക എന്ന് പറഞ്ഞ് വേവത്ത് പൂണ്ട് പ്രയാസപ്പെട്ട് തൻ്റെ കാതിൽ വിരൽ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നത് അങ്ങാടിയിൽ. അങ്ങനെ നാളുകൾക്ക് ശേഷം ഈ ഗവർണറും പരിവാരങ്ങളും എന്ത് ചെയ്ത്, അവരുടെ ആ ഉദ്യമം അവസാനിപ്പിച്ച് മദീനയിൽ വന്നപ്പോൾ റസൂൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അയാൾക്ക് മുഖം കൊടുക്കൂല, മുന്നിൽ തന്നെ വരണ്ട എന്നുള്ള അർത്ഥത്തിൽ ഉമർ മാറി നടക്കുകയാണ്. അവസാനം കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അയാൾ മുന്നിൽപ്പെട്ട്, ആ ഗവർണർ മുന്നിൽപ്പെട്ടു, ഉമറിൻ്റെ മുന്നിൽപ്പെട്ട്. അപ്പോൾ ഉമർ ചോദിച്ചത് അയാളോട് മാ ഫഅല റജുലുൽ ലദീ ഖതൽതഹു, നീ കൊന്ന ആ മനുഷ്യൻ്റെ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. നീ വധിച്ച ആ മനുഷ്യനെ കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ഉമർ ചോദിച്ചു. അപ്പോൾ ഉമറിനോട് അയാൾ പറയാണ് യാ അമീറൽ മുഅ്മിനീൻ മാ തഅമ്മത്തു ഖത്ലഹു, അമീറുൽ മുഅ്മിനീൻ ഞാൻ ഒരിക്കലും മനഃപൂർവ്വം അയാളെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെയോ ലം നജിദ് ശൈഅൻ നഅബുറു ഫീഹി, നദി മുറിച്ച് കടക്കാൻ ഞങ്ങളൊരു മാർഗവും കണ്ടില്ല. വഅറദ്ന അൻ നഅലമ ഗൗറൽ മാ, വെള്ളത്തിൽ എങ്ങനെയാണ് നീന്തി ഊളിയിട്ട് മറുകര പറ്റുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അതിനൊരു ഗൈഡിനെ മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ അയാൾ പറയാണ് ആ നദി ഞങ്ങൾ ക്രോസ് ചെയ്ത് പിന്നെ എന്നിട്ട് ഇന്ന നാടുകളൊക്കെ ഞങ്ങൾ വിജയിച്ചടക്കിയിട്ടുണ്ട്, കുറേ യുദ്ധവിജയങ്ങൾ ഞങ്ങൾക്ക് ആ നദി ക്രോസ് ചെയ്തിട്ട് പിന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് ഇയാൾ ഈ അമീർ ഗവർണർ ഉമർ റളിയല്ലാഹു തആല എന്നോട് പറയണം. അപ്പോൾ ഉമർ പറയണ അയാളോട് ലറജുലുൻ മുസ്ലിമുൻ അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ജിഅത ബിഹി, എത്ര യുദ്ധവിജയം നീ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എനിക്കിഷ്ടം മുസ്ലിമായ ഒരു മനുഷ്യനാണ്. ലൗല അൻ തകൂന സുന്നതൻ ലദറബ്തു ഉനുഖക, ഇതൊരു സുന്നത്താകുമായിരുന്നില്ല എങ്കിൽ എൻ്റെ പെരടി ഞാൻ വെട്ടുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പോൾ അബദ്ധത്തിലാണ്,
അയാളെ നേരിട്ട് കൊന്നതല്ല, മനസ്സിലായി, അബദ്ധത്തിലാണ് അയാൾ മുങ്ങി മരിച്ചത്. അങ്ങനെ അബദ്ധത്തിൽ കൊന്നവനെ കൊല്ലുക എന്നുള്ളൊരു ഇത് വരും. ഉമർ അയാളെ കൊന്നിട്ടുണ്ടെങ്കിൽ, ഈ ഗവർണറെ കൊന്നാൽ, അതില്ലായിരുന്നുവെങ്കിൽ നിന്റെ പെരടി ഞാൻ വെട്ടുമായിരുന്നു. എന്നിട്ട് ഉമർ പറഞ്ഞു, ഇദ്ഹബ്, പോ, ഫഅതി അഹ്ലഹു ദിയതഹു, ആ മരിച്ച വൃദ്ധനുണ്ടല്ലോ അയാളുടെ ബന്ധുക്കൾക്ക് അവർക്ക് ദായധനം, ബ്ലഡ് മണി, അത് കൊടുക്കാൻ പറഞ്ഞു. മാത്രമല്ല വഖ്റുജ് ഫല അറാഖ്, നിന്റെ മുന്നിന്ന് ഇറങ്ങിപ്പോ, ഇനി മേലിൽ ഞാൻ നിന്റെ മുഖം കാണരുത് എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ഗവർണറോട് പറയുണ്ടായിരുന്നു. ഇവിടെ എന്തിനാ ഈ ചരിത്രം ഞാൻ കൊണ്ടുവന്നത്? പ്രജാധിപന്മാർ, നായകന്മാർ പ്രജകളോട്, കീഴ്ഘടകങ്ങളോട് മൃദുലതയിൽ, സൗമ്യതയിൽ വർത്തിക്കണം. അവരോട് തീവ്രതയിൽ വർത്തിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ വർത്തിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് ചരിത്രത്തിൽ കണ്ടത്, ആ ഗവർണർ ആ വൃദ്ധനോട് ചെയ്തത്. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ചെയ്തതിൽ തൻ്റെ ഗവർണറോട് സ്വീകരിച്ചതായ നിലപാട് അത് മനസ്സിലാക്കാൻ. അപ്പോൾ മൃദുലതയിൽ വർത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ വർത്തനം സ്വന്തത്തോട്, അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും കീഴ്ഘടകങ്ങളോട്. കീഴ്ഘടകങ്ങളെന്ന് പറയുമ്പോൾ ഗൃഹനാഥൻ മക്കളോട്, തൻ്റെ കീഴിലുള്ള ഭാര്യയോട് ഒക്കെ പെരുമാറ്റത്തിൽ മൃദുലത, സൗമ്യത, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ്. അള്ളാഹു റഫീഖാണ്. പ്രബോധകർ, എന്താ പ്രബോധകരുടെ വിഷയം? പ്രബോധിതൻ എത്ര ദുഷ്ടനായാലും, എത്ര പോക്കിരിയാണെങ്കിലും, രൂക്ഷതയുടെ വാക്താവാണെങ്കിലും, പ്രബോധകൻ മൃദുലനായിരിക്കണം, സൗമ്യനായിരിക്കണം. അതിൻ്റെ ഉദാഹരണമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹാറൂനെയും ഫിർഔന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കുക. ഫിർഔൻ എത്ര ധിക്കാരിയ, അഹങ്കാരിയ, ക്രൂരന. എന്താ മൂസാ നബിയോടും ഹാറൂൻ നബിയോടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇദ്ഹബ് അൻത വ അഖൂക്, മൂസ നീയും നിന്റെ സഹോദരനും പോ, ബിആയാതി വലാ തനിയ ഫീ ദിക്രി, എൻ്റെ ദൃഷ്ടാന്തങ്ങളായിട്ട് പോവുക. എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ അമാന്തിക്കാൻ പാടുള്ളതല്ല. എന്നാണ് എന്നെ ഓർക്കുന്നത്, സ്മരിക്കുന്നതിൽ, ദിക്റിൽ നിങ്ങൾ സജീവരായിരിക്കുക. എൻ്റെ ദൃഷ്ടാന്തങ്ങളുമായി മൂസ നീയും നിന്റെ സഹോദരൻ ഹാറൂനും പോകുക. എവിടേക്കാ പോകേണ്ടത്? ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ, ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. ഫിർഔൻ അവൻ അതിക്രമിയായിരിക്കുന്നു. ഫഖൂല ലഹു, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അവനോട് പറയേണ്ടത് ഖൗലൻ ലയ്യിനൻ, മൃദുലമായ വാക്കാണ്. ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, ഒരു വേള ഫിർഔൻ ഭയപ്പെട്ടേക്കും, ഉത്ബുദ്ധനായേക്കും. അതുകൊണ്ട് മൃദുലതയിൽ പറയാനാണ് പറഞ്ഞത്. പറയേണ്ടത് ഹക്ക് തന്നെയാണ്, സത്യമാണ്. പക്ഷെ പറയേണ്ട രീതി എങ്ങനെയാണ്? അത് സൗമ്യതയിലാണ്, മൃദുലതയിലാണ്. അപ്പോൾ ഖാല റബ്ബന ഇന്നാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ യത്ഗ, മൂസയും ഹാറൂനും അള്ളാഹിനോട് പറയാണ്, ഞങ്ങളുടെ റബ്ബേ, ഫിർഔൻ ഞങ്ങളുടെ നേരെ എടുത്തു ചാടുമോ, ഞങ്ങളോട് അതിക്രമം കാണിക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. അപ്പം അള്ളാഹു പറയാണ്, ഖാല ലാ തഖാഫ, നിങ്ങൾ രണ്ടാളും പേടിക്കണ്ട. ഇന്നനി മഅകുമ അസ്മഉ വ അറ, ഞാൻ നിങ്ങളോടൊപ്പം കേൾക്കുന്നവനായി കാണുന്നവനായിട്ടുണ്ട്. എൻ്റെ സുരക്ഷിതത്വം, സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും. ഫിർഔന്റെ അടുക്കലേക്ക് പോകുക, എന്നിട്ട് ഫിർഔനോട് മൃദുലതയിൽ, മൃദുല സംസാരം നടത്താനാണ് പറയുന്നത്. അപ്പോൾ പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രബോധിതരുടെ വിഷയത്തിൽ റിഫ്ഖ് അതുണ്ടാകണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാപ്പ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് എത്ര രൂക്ഷതയിലാണ് പറഞ്ഞത്? യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ, വാപ്പ കേൾക്കാത്ത കാണാത്ത വസ്തുക്കളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കണമെന്ന് ചോദിച്ച് യാ അബത്, യാ അബത് എന്ന് പറഞ്ഞ് ഉപ്പ, എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തികഞ്ഞ ഗുണകാംക്ഷയിൽ, മൃദുലതയിൽ, സൗമ്യതയിൽ വാപ്പാനോട് തൗഹീദിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ആ വാപ്പാന്റെ പ്രതികരണം എന്താ? ഖാല അറാഗിബുൻ അൻ ആലിഹതി യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, എൻ്റെ ഇലാഹുകളുടെ വിഷയത്തിൽ നീ വിരക്തന, വിമുഖന. നോക്കണം, വാപ്പാ വാപ്പാന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് പറയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പം മകനെ എന്ന് വിളിച്ചിട്ട് എല്ലാം ഇങ്ങോട്ട് പ്രതികരിക്കണോ? പിന്നെയോ പേര് വിളിച്ചിട്ടാണ്, ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടാണ് വാപ്പ എതിർക്കുന്നത്. അതും ശൈലി എങ്ങനെ? ലൈലം തൻതഹില അർജുമന്നക്, നിർത്തിക്ക ഈ പറച്ചില്, നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലും. വഹ്ജുർനി മലിയ,
എന്നെ വിട്ടു പോകാൻ പറയാണ്, ഇറങ്ങിപ്പോന്ന് പറയാണ്. നിന്നെ ഞാൻ എറിഞ്ഞുവല്ലും, ഇറങ്ങിപ്പോ. ഇതാണ് പ്രതികരിക്കുന്നത് ആര്? പ്രബോധിതൻ. അങ്ങോട്ട് വാപ്പാന്ന് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് ഇബ്രാഹിം എന്നാ വിളിക്കണത്, മകനെ കൂടി വിളിക്കണില്ല. അപ്പൊ എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്? ഖാല സലാമുൻ അലൈക് സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ. സലാമുൻ അലൈക്. വാപ്പാക്ക് സലാം നേരെയാണ്. സഅസ്തഗ്ഫിറു ലക റബ്ബി, എൻ്റെ റബ്ബിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാറിന് നടത്തും, മഗ്ഫിറത്തിന് തേടുന്നതാണ്. അത് വിരോധിക്കപ്പെടുന്നതിന് മുമ്പാണ്. എങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു പ്രതികരണം അതെന്തുകൊണ്ടാണ്? അത് ആ മൃദുലത, സൗമ്യത, അത് അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ്. മുഹമ്മദ് അമീൻ ഷൻഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ പ്രബോധകന്മാർക്കുണ്ടാകേണ്ടതായ ഈ വിശിഷ്ട ഗുണത്തെക്കുറിച്ച് വിശദീകരിച്ചത് വളരെ സുന്ദരമായിട്ടുള്ളത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഏതായാലും മൃദുലതയും സൗമ്യതയും അത് മഹൽ ഗുണമാണ്. എല്ലായിടത്തും അത് നന്മയാണ്. ഒരു വീട്ടിൽ ആ സ്വഭാവം അല്ലാഹു ആ വീട്ടുകാർക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ വീട്ടുകാർ എല്ലാ നന്മയും നേടിയവരാണ്. ഇതൊക്കെ തിരുമൊഴികളുടെ താല്പര്യങ്ങളാണ്. അള്ളാഹു റഫീഖാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു റഫീഖ് എന്നതിൻ്റെ തേട്ടമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഒരു തിരുമൊഴി കൂടി ഞാൻ ഇവിടെ കേൾപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. അബൂ ഹുറൈറയിൽ നിന്ന് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ ബൈനമാ റജുലുൻ യംശി, ഒരു മനുഷ്യൻ നടക്കുകയാണ്. ഫഷ്തദ അലൈഹിൽ അതശ്, ആ മനുഷ്യന് ദാഹം മൂത്തു, ഭയങ്കര ദാഹം. ഫനസല ബിഅറൻ, ആ മനുഷ്യൻ ഒരു കിണറ്റിലിറങ്ങി. ഫശരിബ മിൻഹ, എന്നിട്ട് ആ കിണറ്റിൽ നിന്ന് അയാൾ വെള്ളം കുടിച്ചു. സുമ്മ ഖറജ്, എന്നിട്ട് ആ മനുഷ്യൻ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫൈദാ ഹുവ ബികൽബിൻ യൽഹസ് യഅകുലു സറാ മിനൽ അതശ്, ആ മനുഷ്യൻ ഒരു നായയെ കാണാൻ. ആ നായ നാവ് നീട്ടിയിട്ട് കിതക്കുകയാണ്. മാത്രമല്ല ദാഹം കാരണത്താൽ മണ്ണ് നക്കുകയാണ്. ഇതാണ് ആ മനുഷ്യൻ എന്ത് ചെയ്യണത്? പുറത്തിറങ്ങിയപ്പോൾ, കിണറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത്. അപ്പൊ ഈ കിണറ്റിലിറങ്ങി വെള്ളം കോരി കുടിച്ച മനുഷ്യൻ പറയാണ്, ലഖദ് ബലഗ ഹാദാ മിസ്ലദി ബലഗ ബി, എനിക്ക് എത്ര ദാഹം ഉണ്ടായിരുന്ന വെള്ളം കുടിക്കുന്നതിന് മുമ്പ്. ആ ക്ലേശത്തിലാണ് ഇപ്പൊ ഈ നായയുള്ളത്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? വീണ്ടും അയാൾ കിണറ്റിലിറങ്ങി. ഫമലഅ ഖുഫഹു, അയാളുടെ പാദരക്ഷയിൽ വെള്ളം നിറച്ചു. സുമ്മ അംസക ബിഫീഹി, ആ പാദരക്ഷയിൽ വെള്ളം നിറച്ചിട്ട് അയാൾ എന്ത് ചെയ്യാണ്? കയറുകയാണ്, കിണറ്റിന്ന് കയറുകയാണ്. കയറുമ്പോൾ എങ്ങനെ കയറുന്നത്? കിണറ്റിന്ന് പൊത്തി പിടിച്ച് കയറണം, രണ്ട് കൈയും പ്രയോഗിക്കണം. അപ്പൊ അയാൾ എന്ത് ചെയ്ത്? ഈ പാദരക്ഷ തന്റെ വായ കൊണ്ട് കടിച്ചു പിടിച്ച് അയാൾ എന്ത് ചെയ്ത്? കിണറ്റിന്ന് കയറി. സുമ്മ ഉറക്ക, എന്നിട്ട് കിണറ്റിൽ നിന്ന് അയാൾ കയറി. ഫസഖൽ കെൽബ്, ആ നായക്ക് അയാൾ വെള്ളം കുടിക്കാൻ കൊടുത്തു. റസൂലുള്ളാഹി പറയാണ്, ഫശക്കർ അല്ലാഹു ലഹ്, ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതആല അയാളുടെ ചെയ്തിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകി. എന്താ പ്രതിഫലം? ഫഗഫറൽ, അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം മഹത്തരമാക്കി. അള്ളാഹുവിൽ നിന്നുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ പ്രവൃത്തിക്കും കൂലി ഗംഭീരമാക്കുക എന്നുള്ളതാണ്. അയാൾക്ക് അള്ളാഹു ശുക്ർ നൽകി. ഫഗഫറ ലഹു, മാത്രമല്ല അയാളുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അയാൾക്ക് മാപ്പാക്കി. ഈ സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വ ഇന്ന ലനാ ഫിൽ ബഹായിമി അജ്റ, അള്ളാന്റെ റസൂലേ, കാലികൾക്ക് നന്മ ചെയ്താൽ അതിൽ ഞങ്ങൾക്ക് കൂലിയുണ്ടോ? കാലികളോട് ഞങ്ങൾ നല്ല രീതിയിൽ പെരുമാറിയാൽ അതിൽ ഞങ്ങൾക്ക് കൂലിയുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്ർ, എല്ലാ പച്ചക്കരളുള്ള ജീവിയിലും കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പച്ചക്കരളുള്ള ഏതൊരു ജന്തുവിനോടും മൃഗത്തോടും നന്മയിൽ വർത്തിക്കുന്നതിൽ പ്രതിഫലമുണ്ട് എന്ന് കാരുണ്യത്തിന്റെ തിരുദൂതൻ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഉദാഹരണം പഠിപ്പിക്കുന്നത് സഈദ് ഇബ്നു ജുബൈർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. അതിൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖുറൈശികളിൽ ഒരു സംഘം യുവാക്കൾ നിൽക്കുന്ന ആ വേദിയിലൂടെ നടന്നുപോയി. ഇവരെന്താ ചെയ്തത്? അവര് ഒരു പക്ഷിയെ നാട്ടയാക്കി നിർത്തിയിട്ട് ആ പക്ഷിന്റെ നേരെ എന്ത് ചെയ്യാണ്? അമ്പെയ്യാണ്. ഈ പക്ഷി ഒരാളുടേതാണ്. അമ്പെയ്യുമ്പോ അമ്പ് പക്ഷിയെ തട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഓരോ അമ്പിനും ഈ പക്ഷിന്റെ ഉടമയ്ക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സംഖ്യ നൽകുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് കാണാൻ ജീവനുള്ള ഒരു പക്ഷിനെയാണ് വെച്ചിട്ടുള്ളത്.
എന്നിട്ട് ഇവരെ അമ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിന് കൊള്ളിക്കുക. അമ്പ് തെറ്റിപ്പോയാൽ ഉന്നത്തിന്ന് പയച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? പക്ഷിൻ്റെ ഉടമക്ക് കാശ് കൊടുക്കും. ഇങ്ങനെയാണ്. ഇബ്നു ഉമർ ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്ത്? ഇബ്നു ഉമറിനെ കണ്ടപ്പോൾ ആളുകൾ ഓടി, ഈ കുട്ടികൾ ഓടി. അപ്പോൾ ഇബ്നു ഉമർ പറയാണ്, മൻ ഫഅല ഹാദാ ലഅനല്ലാഹു മൻ ഫഅല ഹാദാ. ആരാണ് ഇപ്പണി ചെയ്തത്? ഇപ്പണി ചെയ്തവനെ അള്ളാഹു ശപിക്കട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുമൊഴിയാണ് പറഞ്ഞത്. എന്താ? ലഅന മൻ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന ഇത്തഖദ ശൈഅൻ ഫീഹി റൂഹു ഗറദ. ആത്മാവുള്ളതിനെ നാട്ടക്കുറിയാക്കി വെക്കുന്നവനെ അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവനുള്ള ഒന്നിനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അതിന് നേരെ എറിയുക, അമ്പെയ്യുക, അതിനെ ഉന്നമാക്കുക, ഇത് പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നവരെ ശപിച്ചിട്ടുണ്ട് എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ച് ഉണർത്തേണ്ടത്. പറഞ്ഞു വരുന്നത്, വിശ്വാസികൾ അവർ സൗമ്യതയും അതേപോലെ തന്നെ മൃദുലതയും അവരുടെ മേൽവിലാസമാക്കി, സ്വഭാവ മേന്മയാക്കി കൊണ്ട് നടക്കേണ്ടവരാണ്. എന്തുകൊണ്ട്? അള്ളാഹു റഫീഖാണ്. അള്ളാഹു റിഫ്ഖ്, സൗമ്യതയും മൃദുലതയും ഇഷ്ടപ്പെടുന്നവനാണ്. എല്ലാ കാര്യങ്ങളിലും റിഫ്ഖ് ഇഷ്ടപ്പെടുന്നവനാണ്. മൃദുലതയും സൗമ്യതയും ഏതൊരു കാര്യത്തിലുണ്ടോ അതിലാണ് നന്മ. ഏതൊരു വീട്ടിൽ മൃദുലതയും സൗമ്യതയും ഉണ്ടോ ആ വീട്ടിലാണ് ഖൈർ. ഏതൊരു വീട്ടിൽ മൃദുലതയും സൗമ്യതയില്ലേ, റിഫ്ഖില്ലേ, ആ വീടാണ് ഷർറ്. ഇതൊക്കെ തിരുമൊഴികളുടെ തേട്ടാണ്. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം, അതിൻ്റെ അർത്ഥവും അർത്ഥതലങ്ങളും തേട്ടങ്ങളും ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ മനസ്സിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖിലേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിലാൽ എല്ലാ സൽസ്വഭാവങ്ങൾക്കും നമുക്കെല്ലാം ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു മജ്ലിസിൽ, സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകളെ അള്ളാഹു പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവരിൽ നിന്നുള്ള അഫുവും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്ക് ഇഹത്തിലും പരത്തിലും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഇഹത്തിലും പരത്തിലും കൺകുളിർമയേറ്റി അവരെയും നമ്മയും അള്ളാഹു ആദരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.